ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 4 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ PSC പഠനം എന്നേക്കുമായി അവസാനിപ്പിച്ച് പടിയിറങ്ങുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളെ എനിക്കറിയാം. അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, സാറേ ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാമിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് എനിക്ക് പറ്റിയേനെ എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമ്മൾ കത്തിച്ചു വച്ച മെഴുകുതിരികളും നമ്മൾ കൊളുത്തിയ നിലവിളക്കുകളും അതേപോലെ തന്നെ നമ്മൾ നിസ്കരിച്ചതൊന്നും ഒരിക്കലും വെറുതെ ആയിട്ടില്ല. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 587/2023. അതായത് PSCയുടെ കുട്ടിച്ചാത്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല ഗ്ലാമറസ് പോസ്റ്റിലൊന്നായിട്ടുള്ള സെക്രട്ടേറിയറ്റ് OA എക്സാം 2021 ഈ ഒരു എക്സാം നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിന്നും മുഴുവൻ ആളുകളെയും എടുത്തപ്പെട്ട ഒരു ലിസ്റ്റ്, അത്രത്തോളം കോൺഫിഡൻസ് ഉദ്യോഗാർത്ഥികളിൽ നിറയ്ക്കുന്ന തരത്തിലുള്ള ആ ഒരു ലിസ്റ്റായിരുന്നു സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇതിൻ്റെ സാലറി എത്രയാണെന്നുള്ളതും അതേപോലെ തന്നെ ഇത് എത്ര സ്റ്റേജുകളിലായിട്ടാണ് ഈ എക്സാം നടത്തുന്നുള്ളതും എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്, സിലബസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് OA എക്സാം നമുക്കറിയാം 2 പാർട്ടായിട്ടാണ് PSC ഈ ഒരു എക്സാം നടത്തുന്നത്. 10th ലെവൽ പ്രിലിംസ് OA നമുക്കറിയാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിലവിൽ PSC തന്ന എക്സാം കലണ്ടർ അനുസരിച്ച് നവംബറിൽ എക്സാം ഇല്ല, ഇനി ഡിസംബറിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ LGSന്റെ ഡേറ്റ് 7 അതേപോലെ തന്നെ 14 കിടക്കുകയാണ്, കാലിക്കറ്റ് അതേപോലെ തന്നെ എറണാകുളം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിൽ ഒരു കാരണവശാലും എക്സാം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ് അതായത് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ആ ഒരു എക്സാമിൻ്റെ പ്രിലിംസ് വരാൻ ചാൻസ് ഉള്ളത് ഡിസംബർ 21 മുതൽ ജാനുവരി വരെയുള്ള മാസങ്ങളിലാണ്. കഴിഞ്ഞ പ്രിലിംസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 5ഓളം പ്രിലിംസ് എക്സാമാണ് ഇതിനു വേണ്ടി നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ 21, 28, ജാനുവരി അങ്ങനെയുള്ള മാസങ്ങളിലായിരിക്കാം ഈ ഒരു എക്സാം നിലവിൽ നടത്തുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിലവിൽ വരുന്നത് ഏകദേശം നമുക്ക് 2 പോസ്റ്റുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പോസ്റ്റ്, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടിയുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതേപോലെ തന്നെ എന്താണ് ലാബ് അസിസ്റ്റന്റ്, ഇതിനും ഏകദേശം പ്രതീക്ഷിക്കാവുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു 85 to 100 വരെ മാക്സിമം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തുപോയത് ഏകദേശം 886 മെയിൻ ലിസ്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ അകത്തു നിന്നും 893 അഡ്വൈസ് ആണ് മൊത്തത്തിൽ എന്ത് ചെയ്തേക്കണത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും പോയേക്കണത്. ഇനി മക്കളെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്കുള്ളത് 3 മാസമാണ്. ഏകദേശം 3 മാസം 90 ദിവസം നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത്, അതായത് എന്താണോ നിങ്ങൾ LDCക്ക് വേണ്ടി പഠിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു എക്സാം പൊളിച്ചേനേന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൊളിക്കാനുള്ള സമയമായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന സെപ്റ്റംബർ കുറച്ച് ദിവസങ്ങൾ കിടക്കുന്നു, അതേപോലെ തന്നെ നവംബർ, ഡിസംബർ. അപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഒരു നമുക്ക് എന്താണ് ഒരു 80 to 85 ദിവസങ്ങളാണ് നിലവിൽ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളത്. നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം 75 ഹോട്ട് ടോപ്പിക്സ്, റാപ്പിഡ് റിവിഷൻ, ഇത് രണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം 65+ മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട്. എന്തിനാ മക്കളെ നിങ്ങൾ നിരാശപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഒന്നുകൊണ്ടും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് വീണ്ടും ദൈവം ഒരവസരം തന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്. ഇതിൻ്റെ നമ്മൾ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സിലബസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് സിലബസ് 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് PSC പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് 1 പറയുന്നത്
ശാസ്ത്ര സാങ്കേതിക മേഖല വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, ഇതാണ് എവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ശാസ്ത്ര, കല, സാംസ്കാരികം, രാഷ്ട്രീയം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിക്കുക. അടുത്തതാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയും ഗതാഗത വാർത്താവിനിമയ മേഖലയും, പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവ സംബന്ധിച്ച പ്രാഥമിക അറിവ്. നമ്മൾ ഇങ്ങനെ തന്നെ ഈ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്തേക്കണതാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കണതാ. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് 2, 10 മാർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പാർട്ട് 4 വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കടമകൾ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവ സംബന്ധിച്ച അറിവുകളും. ഇതാണ് പാർട്ട് 4, 40 മാർക്കിന്റെ കാര്യങ്ങളായി ഇത്രയും ഒരു പാർട്ടിൽ നിന്ന്. ഓക്കെ, അടുത്തത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായൽ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റം, അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും അതേപോലെ തന്നെ എന്താണ് നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളും അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അതായത് ജനറൽ നോളജും എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 60 മാർക്കാണ് ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ സയൻസ് ആണ്. അതായത് നമുക്ക് ബയോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയാണ് ബയോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും 10 മാർക്കാണോ ബയോളജി നമുക്ക് കിട്ടുന്നത് 10 മാർക്ക്. ജനറൽ സയൻസിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജൻ ഓക്സിജൻ രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, അതേപോലെ തന്നെ ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും കാര്യങ്ങളാണ് ഏതില് നമുക്ക് ഫിസിക്കൽ സയൻസ്, അതായത് കെമിസ്ട്രിയും ബയോളജിയിൽ നിന്നും 10 മാർക്ക്, അതേപോലെ തന്നെ കെമിസ്ട്രിയും അതേപോലെ തന്നെ ഫിസിക്സിൽ നിന്നും 10 മാർക്ക്, ബയോളജിയിൽ സെപ്പറേറ്റ് 10 മാർക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്രയും ഭാഗത്ത് നിന്ന് 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. ലഘുഗണിതം നമുക്കറിയാം, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ അകത്ത് ലഘുഗണിതത്തിൽ പഠിക്കാനുള്ളത്. ഇനി മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധന, അതായത് മെന്റൽ എബിലിറ്റിയിൽ നമുക്ക് ഗണിത ചിഹ്നങ്ങൾ, ശ്രേണി, സമാന ബന്ധം, തരംതിരിക്കല്, അർദ്ധബദ്ധായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? പ്രിലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് 10th ലെവൽ പ്രിലിംസിൽ, അതായത് ഈ സെക്രട്ടേറിയറ്റ് OAയും അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പിയൂണ്, സ്റ്റോർ കീപ്പർ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിസ്സാര വേക്കൻസീസ് ആണുള്ളൂ. അപ്പൊ ഇത്രയും ഈ 2 പോസ്റ്റിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മക്കളെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഡിഗ്രി പ്രിലിംസ്, അതായത് 10th ലെവൽ പ്രിലിംസ് എന്ന ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട. മെയിൻസിന് നിങ്ങൾ LDCക്ക് എന്താണോ പഠിച്ചത്, അതേപോലെ തന്നെ LDCക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്, അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം പക്ക സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി നോക്കാം. അതായത്
നിലവിൽ ഈ പറയുന്നത് അതായത് നമ്മുടെ ഈ പറയുന്ന പ്രിലിംസ് നമുക്ക് ഡിസംബർ 21 മുതൽ പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു 3 മാസം ഡ്യൂറേഷൻ ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത്. സിലബസ് നമ്മൾ പറഞ്ഞു 10 ടോപ്പിക്സും ഓരോന്നും നമ്മൾ പറഞ്ഞു ഏതൊക്കെ പാർട്ടിൽ നിന്ന് എത്രയൊക്കെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി നമുക്ക് മെയിൻ സിലബസ്, അതായത് മെയിൻ എക്സാം, അതായത് എപ്പോഴും നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും മെയിൻസും അതേപോലെ തന്നെ എന്താണ് പ്രിലിംസും എന്നും ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. LDCക്ക് എന്താണോ നമ്മൾ പഠിച്ചത് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഇതൊരു റിവിഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞവർ വാശിയോടുകൂടി മുന്നോട്ടേക്ക് പഠിക്കേണ്ട ഒരു എക്സാം, അതായത് നിങ്ങൾക്ക് ദൈവം തന്ന മറ്റൊരു ചാൻസ്. ഓക്കെ, അപ്പോൾ മെയിൻസിന്റെ എക്സാം ഇനി എന്നാണ് വരുന്നതെന്ന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 2025 മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ മാർച്ച് മെയ്യിലേക്കായിരിക്കും എന്ത് വരുന്നത്, ഇതിന്റെ മെയിൻ എക്സാം വരുന്നത്. അപ്പോൾ ഡിസംബർ 21 ടു ജാനുവരി വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ എന്തുണ്ട്, പ്രിലിംസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻസിന് വേണ്ടി തന്നെയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഏകദേശം 3 മാസം അവിടെ കിടക്കുന്നു. അതിനുശേഷം വീണ്ടും എന്താണ്, ഈ പറയുന്ന ഒരു 4 മാസം കൂടി വീണ്ടും നിങ്ങൾക്ക് എവിടെ കിടക്കുന്നു, മെയിൻസിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മുന്നിൽ കിട്ടുന്ന ഒരു കണക്ക് പ്രകാരം ഏകദേശം ഒരു 7 അല്ലെങ്കിൽ ഒരു 8 മാസം നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട്, അതായത് LD സിലബസ് പക്ക ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്ത് പഠിച്ച് സെറ്റാക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 7 മാസമാണ്. ഏകദേശം ഒരു 200 ഡേയ്സ് നമുക്ക് കൂട്ടാം. ഈ 200 ദിവസം നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും ഏറ്റവും നല്ല ഒരു പോസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്. ഡിഗ്രി ലെവലുള്ളവർക്കാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് വരെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ജോബ്. ഓക്കെ, ഇനി അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എക്സാം നടന്നത് 11/12/2021 ഇതിന്റെ എക്സാം, പ്രീവിയസ് ഇയർ എക്സാം നടന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഏകദേശം 886 പേരാണ് മെയിൻ ലിസ്റ്റിലും പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റുകളൊക്കെ ആയിട്ട് ബാക്കി ആളുകൾ വന്നു. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.67 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് എത്രയായിരുന്നു, ഈ പറയുന്ന 69.67 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് എന്നാ ചോദിച്ചാൽ 27/9/2022 അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അങ്ങനെ 2022 എന്ത് ചെയ്തു, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, 2023 വീണ്ടും 2024 അതേപോലെ തന്നെ 2025. അപ്പോൾ 2025 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, അതിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയാണ്. അപ്പൊ ആ ഒരു ടൈം വരെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ LDCക്ക് വേണ്ടി തന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. അതായത് ഹോട്ട് ടോപ്പിക്സ്, LDC ഹോട്ട് ടോപ്പിക്സ് 75 ഹോട്ട് ടോപ്പിക്സും അതിന്റെ റിവിഷൻ പ്ലാൻ ആണ്, റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിരുന്നു. അതിലെന്താണോ നിങ്ങൾ പഠിച്ചത് അത് അങ്ങനെ തന്നെ മക്കളെ വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒരു 1 or 2 or 3 ടൈംസ് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട്. അതിന്റെ നോട്ടെല്ലാം നമ്മുടെ എന്താണ്, PDF നോട്ടുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള 1 Click PSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിന്റെ സെയിം എംബ്ലം തന്നെയാണ് അതിൻ്റെ അകത്തും. അതേപോലെ തന്നെ എന്താണ്, ഈ വീഡിയോന്റെ താഴെ ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷൻ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ ഒരു ലിങ്ക് കൂടിയും ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലും അതേപോലെ തന്നെ എന്താണ് യൂട്യൂബ് ചാനലും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രം മതി നിങ്ങളെ. കാരണം ഇത്രയും നാൾ നിങ്ങൾ പെയ്ഡ് കോഴ്സും അതേപോലെ തന്നെ ഒത്തിരി ചാനലുകൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ്, ഒരാഴ്ചയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാറ്റമില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഫോളോ ചെയ്യേണ്ട സംഭവം എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്റ്റഡിയിൽ ഉറപ്പായിട്ടും ഇംപ്രൂവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ആ ഒരു നിലവിൽ ആ ഒരു പോസ്റ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു
തസ്തിക വഴി നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്ക് നിയമനം കിട്ടും. വളരെയധികം എന്താണ് ഭയങ്കര ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ കിട്ടും. സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടാം? നിലവിൽ ഇതിന്റെ നിയമനം ലഭിക്കുന്നതാണ്. ഇതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 വരെയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, എണ്ണപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. ഏജ് ലിമിറ്റ് ഇതിന്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. അതേപോലെ തന്നെ OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷം കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 5 വർഷത്തേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. അപ്പോൾ അത്രയാണ് അതിന്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക മക്കളെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡിന്റെ നിലവിലത്തെ അഡ്വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 893 അഡ്വൈസ്, അതായത് ആ ലിസ്റ്റ് ഫുള്ളായിട്ട് മെയിൻ ലിസ്റ്റ് എടുത്തു പോയ ഒരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത്. നിലവിൽ 4/3/2024 അഡ്വൈസ് പോയേക്കുന്നത്. മൊത്തം ലിസ്റ്റും എടുത്തു പോയത് 893 പേർക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിലവിൽ പ്രിലിംസിന്റെ നമ്മൾ എന്ത് ചെയ്തു, സിലബസിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ സാറേ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ മെയിൻസിന്റെ സിലബസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാകും. എനിക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് വരെ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതാണ് എന്തെന്ന് പറയുന്നത് മെയിൻസ് എന്ന് പറയുന്നത്. മക്കളെ ഒന്ന് നോക്കിയേ. പൊതുവിജ്ഞാനം, ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, അതേപോലെ കേരള ഭരണം ഭരണ സംവിധാനം 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായികം സാഹിത്യം സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ അതായത് മലയാളം നമുക്ക് എത്രയാണ് 10 മാർക്ക്. അപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്താണോ നമ്മൾ LDCക്ക് വേണ്ടി പഠിച്ചത് മക്കളെ, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ വ്യക്തമായിട്ട് LDCക്ക് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണോ ഹോട്ട് ടോപ്പിക്സിൽ ചെയ്ത് അതിൻ്റെ പക്ക നോട്ട് PDF ആയിട്ടുള്ളത് നമ്മുടെ ടെലഗ്രാമിൽ ഫയൽസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ ദിവസവും ഒരു ഹോട്ട് ടോപ്പിക്സ് കണ്ടു തീർക്കുക. അതിനുശേഷം റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത് ഏതാണോ ഇതിൻ്റെ നമ്മൾ പഠിച്ചത് അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിരിക്കും എവിടെ വരുന്നത്, ഈ പറയുന്ന റാപ്പിഡ് റിവിഷനിൽ നിങ്ങൾക്ക് വരുന്നത്. അതും കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു കോംബോ ആയിട്ട്, അതായത് ഒരു ഹോട്ട് ടോപ്പിക്സ്, ഒരു റാപ്പിഡ് റിവിഷൻ, ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഓരോ സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും പുരസ്കാരങ്ങളും ഉൾപ്പെടെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിലൊരു ഹിസ്റ്ററി എന്താണോ അതുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണോ അതിൻ്റെ ബാക്കിലുള്ള ഒരു ചരിത്രം അതുകൂടി നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മെയിൻസിന്റെ സിലബസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. കാരണം ഇത്രയും നാളും പഠിച്ചു, ആ പഠിച്ചത് ഒന്നും ചിലപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയായിരുന്നു പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് മാത്രം അവരൊക്കെ എന്ത് ചെയ്തേക്കണതാ, പല ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ ചിലപ്പോൾ വരാനുള്ള ചാൻസ് കുറഞ്ഞു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അതങ്ങ് പൊക്കോട്ടെ. ഇനി എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ നമുക്ക് വേണ്ടത് അതിനി നമ്മുടെ നാളെയിലേക്ക് വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന 587/2023 സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡിന്റെ മെയിൻ സിലബസ് ആണ് ഈ കാണുന്നത്.
അതേപോലെ തന്നെ എന്താണ് ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്തെന്ന് പറയുന്ന പ്രിലിംസ് സിലബസ് 10th ലെവല്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും മക്കളെ ഒന്നിലും മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പൊ കുറെ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നതാണ്. ചിലവരെന്ത് ചെയ്യും, LDCയും LGSനും വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്, ലാബ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ സ്റ്റോർ കീപ്പർ, അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ട് പഠിക്കുന്ന കുറച്ച് ആളുകൾ. അങ്ങനെ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ ഒരു ജോലി വേണ്ടത് ആ ജോലിക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴാണ് അവസാനം ഒരു അവിയൽ പോലെയായി മൊത്തത്തിൽ കൺഫ്യൂഷനിലേക്ക് എത്തി ടെൻഷൻ അടിച്ച് ആകെ വട്ടാവുന്നത്. അപ്പോൾ പഠിക്കേണ്ട കാര്യം എന്താന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണോ നിങ്ങൾ ഇതുവരെ പഠിച്ചത് അത് തന്നെ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്താൽ മതി ഈ ഒരു എക്സാം നേടാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും നമ്മുടെ ചാനലിൽ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടും റാപ്പിഡ് റിവിഷൻ ആയിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. വെറുതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കുറ്റമോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടത് എന്താന്നുള്ളത് അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടത് എന്താന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാവരും പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി, എന്നെ കൊണ്ട് അത് പറ്റുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എടുക്കും. ചില ആളുകളൊക്കെ പറയും എനിക്കിത് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഞാനിത് സെറ്റാണ്, അനി ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്. അത് ഓരോരുത്തർക്കും ഓരോ മെമ്മറി പവറാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാമാണ്. അത് ആർക്കും ദൈവം എന്ത് ചെയ്തിട്ടില്ല, കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മളത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം. ഇത് പഠിച്ച് എനിക്ക് എന്താണ് കഴിഞ്ഞ എക്സാമുകളിൽ സംഭവിച്ച പാകപ്പിഴകൾ ഒന്നും സംഭവിക്കാതെ വളരെ നല്ല രീതിയിൽ എനിക്കിത് പഠിച്ച് ഈ ഒരു ലിസ്റ്റിലേക്ക് എനിക്ക് വരാനായിട്ട് പറ്റണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഞാൻ ചെയ്യും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ തന്നെ എടുത്ത് 7 മാസം 8 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അപ്പോൾ LDC പോയി അതേപോലെ LP UP പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധികം ടെൻഷൻ അടിച്ച് എന്താണ് ഇനി എക്സാമിനെ കുറിച്ചേ നോക്കുന്നില്ല, PSCയെ കുറിച്ച് നോക്കുന്നില്ല. ഇനി ദൈവത്തെ വിചാരിച്ച് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠന കാര്യങ്ങളും നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതും കോൺഫിഡൻഷ്യലായി തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും കൊട്ടി ആഘോഷിക്കാതിരിക്കുക. ഞാൻ അടുത്തത് ഓഫീസ് അറ്റൻഡന്റിന് വേണ്ടിയിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസും അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടുക. ഞാൻ ഓഫീസ് അറ്റൻഡന്റിന് വേണ്ടി പഠിക്കുകയാണ്, ദൈവത്തെ വിചാരിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്ത്, ദൈവത്തെ വിചാരിച്ച മക്കളെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. എന്നാണോ നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങളുടെ അഡ്വൈസ് വന്ന് അപ്പോയിൻമെന്റ് ലെറ്റർ കൈ കിട്ടുന്നത് അന്ന് എന്തു വേണമെങ്കിലും ചെയ്തോ. എത്ര വീഡിയോസോ എത്ര റീൽസോ എത്ര സ്റ്റാറ്റസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതുവരത്തേക്കും ദൈവത്തെ വിചാരിച്ച് തൽക്കാലം ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ മാത്രം അറിഞ്ഞിരിക്കുക, കോൺഫിഡൻഷ്യലായിട്ട് മാത്രം വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷനും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച്. ഒക്ടോബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 പൈസ മുടക്കണ്ട, കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും അതേപോലെ തന്നെ എന്താണ് ഇരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് നമ്മൾ ക്ലിയർ ചെയ്യും. അതിനുശേഷം നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെ ക്ലാസ്സും ബാക്കി കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൊണ്ടും ആരും വിഷമിക്കാനുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് കിട്ടും, ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു LP UPയുടെയും LDCയുടെയും കഴിഞ്ഞ 4 സ്റ്റേജുകളുടെ ആളുകളുടെ ഒക്കെ മനസ്സിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷമൊക്കെ വന്ന് ഒരു പുഞ്ചിരിയൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഇനി നിങ്ങൾക്ക് എന്ത് ക്ലാസ്സുകളൊക്കെയാണ് വരേണ്ടത്, ഇനി എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണോ എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി അത് ചെയ്യാത്തത്. കാരണം LDCയുടെ പക്ക സിലബസ് അങ്ങനെ തന്നെയാണ്
ഓഫീസ് അറ്റൻഡ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.